നമസ്കാരം. ഞാൻ ആഷ്മി 4Cയിൽ പഠിക്കുന്നു. ഞാൻ മാർക്സ് 4Cയിൽ പഠിക്കുന്നു. ഞങ്ങളുടെ വിദ്യാലയത്തിന്റെ 92ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. അതിലുപരി ഈ വിദ്യാലയത്തിൽ പഠിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞങ്ങളുടെ വിദ്യാലയത്തിന്റെ ചരിത്ര വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? അതുമാത്രല്ല കേട്ടോ, ഈ വിദ്യാലയത്തിന്റെ ഇന്നത്തെ സവിശേഷതകളും പഠന പ്രവർത്തനങ്ങളും അനുബന്ധ പ്രവർത്തനങ്ങളും ഒക്കെയുണ്ട് ഈ വീഡിയോ. എന്നാ നമുക്കൊന്ന് പോയാലോ? School attention prayer. പാരം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. ഇത് മാങ്ങോട് ALP സ്കൂൾ. 9 ദശാബ്ദത്തിലേറെ ചരിത്രം പറയാനുണ്ട് ഈ സരസ്വതി ക്ഷേത്രത്തിന്. ഒരു കുട്ടിയുടെ സമഗ്ര വികാസമാണ് വിദ്യാഭ്യാസം എന്ന ഗാന്ധിജിയുടെ നിർവചനം തികച്ചും ശരിവെക്കുന്ന രീതിയിലാണ് വിദ്യാലയം പ്രവർത്തിച്ചു പോരുന്നത്. ചിട്ടയായ പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ, ശിശു സൗഹൃദ അന്തരീക്ഷം, ഏറ്റവും മികച്ച ഭൗതിക സാഹചര്യങ്ങൾ എന്നതുമാത്രമല്ല, ഒരു കുട്ടിയുടെ സർവ്വതോന്മുഖമായ വളർച്ചയെ പരിപോഷിപ്പിക്കുന്ന അധ്യാപന രീതികളാണ് ഈ വിദ്യാലയം പിന്തുടരുന്നത്. വെള്ളിനേഴി ചങ്ങലിയോട്ട് ശ്രീമതി മീനാക്ഷി എന്ന അമ്മാളു അമ്മയാണ് 90 വർഷം മുമ്പ് വിദ്യാലയത്തിന് തുടക്കം കുറിച്ചത്. അന്ന് വിദ്യാലയത്തിൽ 15 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. 2007 നിലവിലെ മാനേജർ തോടംകണ്ണത്ത് ശ്രീ ശിവശങ്കരൻ വിദ്യാലയം ഏറ്റെടുക്കുകയും തുടർന്ന് വിദ്യാലയത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കുകയും ചെയ്തു. ഇന്ന് ചെർപ്പളശ്ശേരി ഉപജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം എന്ന നേട്ടത്തിലെത്തിക്കാൻ കഴിഞ്ഞതിനു പിന്നിൽ മാനേജ്മെന്റിൻ്റെയും അധ്യാപകരുടെയും ക്രിയാത്മകമായ സമീപനവും കഠിനാധ്വാനവും എടുത്തു പറയേണ്ടതാണ്. നമസ്കാരം, ഞങ്ങൾ മാങ്ങോട് സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ സ്കൂളില് 92ാമത്തെ വാർഷികം ആഘോഷിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ സ്കൂളിനെ കുറിച്ചിട്ട് ടീച്ചർക്ക് എന്താണ് അഭിപ്രായം? ഞാൻ സ്കൂളിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2-3 വർഷത്തിൻ്റെ ഉള്ളിൽ ഞാൻ ചെർപ്പളശ്ശേരി ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസറായി ഇരുന്ന സമയത്ത് സ്കൂൾ സന്ദർശിക്കുകയായിരുന്നു. ഓരോ ക്ലാസ് റൂമിൽ കൂടിയും നടന്ന് കുട്ടികളായിട്ടും അധ്യാപകരായിട്ടും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. നല്ല ബഹളമായിരിക്കും ചില ക്ലാസ്സിലൊക്കെ. എന്നാലും എനിക്ക് കുട്ടികളായിട്ട് ഉള്ള ഇടപെടലുകൾ ഞാൻ വേണ്ട ആവശ്യത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറൊക്കെ ഉണ്ട് ടീച്ചർമാർക്കും കുട്ടികൾക്കൊക്കെ. പക്ഷേ എല്ലാ ക്ലാസ്സിലും പോകുമ്പോൾ നല്ല പഠനം നടക്കുമെന്നും അധ്യാപകരും
കുട്ടികളുമായിട്ടുള്ള ആശയവിനിമയം നടക്കുന്നു എന്നും ആണ് എനിക്ക് തോന്നിയത്. അതൊരു നല്ല കാര്യമാണല്ലോ. കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലാണ് ക്ലാസ്സിലിരിക്കുന്നത്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം. പഠന പാഠ്യേതര വിഷയങ്ങളിൽ മികച്ച അവസരങ്ങളാണ് ഓരോ വിദ്യാർത്ഥിക്കും സ്കൂൾ ഒരുക്കിയിരിക്കുന്നത്. ഉപജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ LSS പരീക്ഷ പാസ്സാകുന്ന വിദ്യാലയം കൂടിയാണിത്. ഈ വർഷം 24 കുട്ടികൾ LSS നേടി. വിദ്യാലയത്തിലെ ചിട്ടയായ പരിശീലനം തന്നെയാണ് ഈ നേട്ടത്തിനു കാരണം. വിദ്യാലയം അടുത്ത കാലത്ത് എല്ലാ രംഗത്തും അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ HM പോസ്റ്റിൽ വന്നത് 85-ലാണ്. 85 മുതൽക്ക് 2006 വരെയൊക്കെ HM പോസ്റ്റിലുണ്ടായിരുന്നു. പഴയ കാലത്ത് ഉള്ളതിനേക്കാൾ സ്ട്രെങ്ത് കൂടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ വിദ്യാഭ്യാസത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും കലോത്സവം, സ്പോർട്സ്, ഇതിലൊക്കെ മെച്ചപ്പെട്ട കുട്ടികൾ ഇന്ന് ഉണ്ട്. മാങ്ങോട് ALP സ്കൂളിൻ്റെ 92ാം വാർഷികത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. ശാസ്ത്രമേള, സാമൂഹ്യശാസ്ത്രമേള, കലോത്സവം, അറബിക് കലോത്സവം എന്നിവയിൽ വിദ്യാലയം തുടർച്ചയായി 1ാം സ്ഥാനം നിലനിർത്തുന്നു. കലാകായിക രംഗത്ത് തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ ഓരോ കുട്ടിക്കും ഇവിടെ അവസരമുണ്ട്. അതിനാൽ വിദൂര സ്ഥലങ്ങളിൽ നിന്നുപോലും കുട്ടികൾ ഇവിടെ പഠിക്കാനെത്തുന്നു. മറ്റ് വിദ്യാലയങ്ങൾക്കൊക്കെ മാതൃകയാവുന്ന ഒരു വിദ്യാലയമാണ് നിങ്ങളുടെ ഈ മാങ്ങോട് LP സ്കൂൾ. മാങ്ങോട് LP സ്കൂള് 92ാം വാർഷികാഘോഷത്തിന് എല്ലാവിധ ആശംസകളും PTM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നേരുകയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ വിദ്യാലയങ്ങളിൽ ഒന്നാണ് മാങ്ങോട് LP സ്കൂൾ. അത്ഭുതപ്പെടുത്തുക പറഞ്ഞാൽ പല കാര്യങ്ങളും. അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, നല്ല ഭംഗിയുള്ള കെട്ടിടം സൗകര്യങ്ങൾ, അല്ലെ, നല്ല പഠനാന്തരീക്ഷം. അതുമാത്രമല്ല 700 കുട്ടികൾ 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിൽ നിന്ന് പഠിക്കുന്നു എന്നുള്ളത് തന്നെ മാങ്ങോട് LP സ്കൂളിന്റെ നിലവാരത്തിന്റെ സൂചകമാണ്. അതുകൊണ്ട് തന്നെ അത് തൃക്കടീരിക്കാരൻ കൂടിയാണ് ഞാൻ. അപ്പോൾ തൃക്കടീരി പഞ്ചായത്തിലെ ഒരു വിദ്യാലയം ഈ മികവിലെത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി PTM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭാഗമായി എല്ലാ ആശംസകളും നേരുന്നു. ഇംഗ്ലീഷ് ഭാഷാ പഠനമാണ് വിദ്യാലയത്തിന്റെ മറ്റൊരു പ്രത്യേകത. ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്നു കഴിഞ്ഞ ഇക്കാലത്ത് ഓരോ കുട്ടിയും ഇംഗ്ലീഷ് ഭാഷാജ്ഞാനം നേടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിനാൽ തീർത്തും ഇംഗ്ലീഷ് മാധ്യമത്തിൽ തന്നെയാണ് ഇംഗ്ലീഷ് മീഡിയം ക്ലാസുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. In the opening story, we can see a picture. Did you see? Yes. Tricia, what do you see in the picture? A girl launching a paper ball. A boy walking towards to her. Okay, yes, correct. Anna is walking towards to the stream. Okay, what is the meaning of stream? A small river. ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഓരോ കുട്ടിയെയും അധ്യാപകർ പരിശീലിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. മാതൃഭാഷയായ മലയാളത്തിനും തുല്യ പ്രാധാന്യം ഇവിടെ നൽകുന്നുണ്ട്. ഹിന്ദി പാഠ്യവിഷയമല്ല എങ്കിൽ കൂടി ഹിന്ദി ഭാഷാ പഠനത്തിന് ഇവിടെ അവസരമൊരുക്കുന്നുണ്ട് എന്നത് ഈ വിദ്യാലയത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന മറ്റൊരു പ്രത്യേകതയാണ്. ഇതെന്താണ്? പുളിങ്ങ അല്ലേ, വാളം പുളി. നിങ്ങൾ രുചിച്ചു നോക്കിയില്ലേ? നല്ല പുളിയായിരിക്കില്ലേ? ഓക്കേ. ഉല്ലു. സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബും
വിദഗ്ധരായ അധ്യാപകരും ഈ വിദ്യാലയത്തിന്റെ മറ്റൊരു സവിശേഷതയാണ്. Okay, dears, we are already studied the addition. Do you know that? Okay, now we are doing the practical version of addition. Okay, look here. What is the number of this? 120 addition 13. Okay, you please addition these two numbers and what is the answer? 133. Very good. അക്കാദമിക വിഷയങ്ങളിൽ നടത്തുന്ന പ്രതിമാസ മൂല്യനിർണയം കുട്ടികൾക്ക് പരീക്ഷയോടുള്ള ഭയം കുറയ്ക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. കൂടാതെ പ്രതിമാസ PTA വിളിച്ചു ചേർക്കുകയും കുട്ടികളുടെ പഠന നിലവാരം അധ്യാപകരും രക്ഷിതാക്കളും ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. സ്കൂൾ മുറ്റത്തെ മനോഹരമായ പൂന്തോട്ടം കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. മാത്രമല്ല, ഒഴിവു സമയങ്ങളിൽ കളിച്ചുല്ലസിക്കാൻ കുട്ടികൾക്കായി ഒരു പാർക്കും വിദ്യാലയമുറ്റത്തുണ്ട്. പരിസ്ഥിതിയോട് ഇണങ്ങിച്ചേരുന്ന അന്തരീക്ഷമാണ് വിദ്യാലയത്തിൻ്റേത്. വർഷങ്ങളോളം പഴക്കമുള്ള മാവിൻ്റെ തണലിൽ കുട്ടികൾ കളിക്കാനും വിശ്രമിക്കാനും ഏറെ ഇഷ്ടപ്പെടുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്നെ അറിയോ നിങ്ങൾ? എന്റെ പേര് രാജേഷ് അടക്കാപത്തൂർ എന്നാണ്. ഞാനൊരു പരിസ്ഥിതി പ്രവർത്തകനാണ്. നിങ്ങൾക്കിപ്പോ മരം തന്നില്ലേ? നമ്മളിവിടെ മരം നട്ടില്ലേ? നമ്മളൊരു പാട്ട് പാടിയില്ലേ? ആ കവിത ആരുടെയെന്ന് അറിയോ? സുഗമ ടീച്ചർ എന്തിനു വേണ്ടിയിട്ടാ അത് പാടിയത്? പ്രകൃതിക്ക് വേണ്ടി. അപ്പൊ നിങ്ങളൊക്കെ നല്ല കുട്ടികളായിട്ട്, നല്ല സ്വഭാവമായിട്ട്, പ്രത്യേകിച്ച് LP സ്കൂൾ മാങ്ങോട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ല കുട്ടികളാണ്. കാരണം അത്രയും ഇവിടെ നല്ല അധ്യാപകരാണ്, നല്ല മാനേജ്മെന്റ് ആണ്, നല്ല ഒരു നിങ്ങൾ നോക്കി നോക്കും. നമ്മളിപ്പോ ഒരു മരത്തിന്റെ ചുവട്ടിലായിരിക്കണം അല്ലേ? ഇത് ആര് വെച്ചതാന്ന് അറിയോ? അറിയില്ല, ആരോ ഒരാൾ വെച്ചതാ അല്ലേ? അപ്പൊ നമ്മളിപ്പോ നട്ട മരം വലുതായാൽ ഇതേമാതിരി പറയില്ലേ, ആരോ ഒരു നല്ല മനുഷ്യൻ, നല്ല നല്ല കുട്ടികൾ വെച്ചതാണെന്ന് പറയില്ലേ? എന്നെ ഇവിടെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഈ 92ാം പിറന്നാളിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഈ നിങ്ങളുടെ പിറന്നാളിന് വരുമ്പോ 92 തൈകളായിട്ടാ വരാം. സന്തോഷായില്ലേ? നമുക്ക് മാത്രമുള്ളതല്ല, പ്രപഞ്ചത്തിലെ ഓരോ ജീവിക്കും അവകാശപ്പെട്ടതാണ് ഈ ഭൂമി എന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അഭിപ്രായം പോലെ പ്രകൃതിയിലെ സകല ചരാചരങ്ങളെയും ആദരിക്കണം എന്നു തന്നെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. സ്കൂൾ പരിസരത്ത് ഒരുക്കിയിരിക്കുന്ന പച്ചക്കറി കൃഷി വേറിട്ട ഒരു കാഴ്ച തന്നെയാണ്. കുട്ടികളോടൊപ്പം അധ്യാപകരും കൃഷിപ്പണിയിൽ ഏർപ്പെടുന്നു. ഇവിടെ വിളയുന്ന പച്ചക്കറികൾ ഓൾഡ് ഏജ് ഹോമുകളിൽ സൗജന്യമായി വിതരണം ചെയ്യുന്നു. ഇത്തരം പ്രവർത്തികൾ കുട്ടികൾക്ക് കൃഷിയുടെ മഹത്വം നേരിട്ടറിയാൻ സഹായകമാവുന്നു. ഞാൻ മാങ്ങോട് സ്കൂളിൽ ആകെ 2 തവണ വന്നിട്ടുള്ളൂ. ഞാനിവിടെ ജോയിൻ ചെയ്തത് മാർച്ചിലാണ്. അപ്പൊ ജൂൺ 5 പരിസ്ഥിതി ദിനമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്കൂളിലേക്ക് കുറച്ച് പച്ചക്കറി തൈ കൊണ്ടാണ് വന്നത്. അന്ന് ഇതേപോലെ വെണ്ട, അത് മുളക്, കുറെ കുമ്പളം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളന്ന് അവിടെ വന്ന് ചെടി നട്ടു. അത് വളരെ വിജയകരമായിട്ട് തന്നെ അവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും മാനേജ്മെന്റ് ആയാലും.
പിന്നെ അതിനുശേഷം നമ്മളിപ്പോ രണ്ടാമത് വേനൽക്കാല പച്ചക്കറി കൃഷിക്ക് തുടക്കമിട്ടു. കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ ചെയ്തത്. അത് ഇതേപോലെ കുറെ ഹൈബ്രിഡ് വിത്തുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃഷിനെ ഇഷ്ടപ്പെടുന്ന കുറെ കുട്ടികളും അധ്യാപകരും അവിടെ ഉണ്ട്. എനിക്ക് അവിടുത്തെ അന്തരീക്ഷവും കൃഷിക്ക് ഇത്രയും പ്രാധാന്യം നൽകുന്നതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് തുടർന്നുകൊണ്ട് തന്നെ പോകണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തായാലും 92ാം വാർഷികത്തിന് മാങ്ങോട് LP സ്കൂളിന് എല്ലാവിധ ആശംസകളും നേരുന്നു. വിവിധ ദിനങ്ങളുടെ പ്രാധാന്യം കുട്ടികൾ മനസ്സിലാക്കാൻ വിദ്യാലയത്തിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കൂടാതെ ഓണം, പെരുന്നാൾ, ക്രിസ്മസ് തുടങ്ങിയ ഉത്സവങ്ങളും കുട്ടികൾ അധ്യാപകരോടൊപ്പം ആഘോഷിക്കുന്നു. ദശാബ്ദത്തിലേറെ പഴക്കമുള്ള വിദ്യാലയമായതിനാൽ ഇവിടെ പഠിച്ചിറങ്ങിയ അനേകായിരം വിദ്യാർത്ഥികൾ ഇന്നും വിദ്യാലയത്തോടുള്ള സ്നേഹം കാത്തുസൂക്ഷിക്കുന്നുണ്ട്. മാങ്ങോട് സ്കൂളിലെ നിങ്ങളുടെ സ്കൂളിനെ കുറിച്ച്, നമ്മുടെ സ്കൂളിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണുള്ളത്. 1964-65 കാലഘട്ടത്തിലാണ് ഞാൻ അവിടെ 1ാം ക്ലാസ്സിൽ ചേർന്നത്. ഞാൻ അവിടുത്തെ ആ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. നിങ്ങൾക്ക് കിട്ടുന്ന സൗകര്യങ്ങള്, സാഹചര്യങ്ങള് പരമാവധി വിനിയോഗിച്ച് നല്ല ഉയർന്ന നിലയിലെത്തണം. അതിനുവേണ്ടി പഠന പരിശ്രമം വേണം. മാതാപിതാക്കൾക്ക് സൗകര്യം ഒരുക്കി തരാനേ കഴിയൂ. അത് വേണ്ട പോലെ വിനിയോഗിക്കേണ്ടത് ആരാണ്? നിങ്ങളാണ്. അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് നീങ്ങുക. സ്കൂളിന് എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധിയും ഈ വാർഷികത്തോടനുബന്ധിച്ച് ഞാൻ നേരുന്നു. ആ പൂർവ്വ വിദ്യാർത്ഥി നിലയ്ക്ക് ആ സ്കൂളിന്റെ ഉയർച്ചയിൽ, എൻ്റെ ഉയർച്ചയ്ക്ക് അടിസ്ഥാനം ഇട്ടത് തന്നെ ആ അടിസ്ഥാന വിദ്യാലയമാണ്. അതുകൊണ്ട് ആ സ്കൂളിനോട് വളരെയധികം നന്ദിയുണ്ട്. ഇന്നത്തെ ആ സാഹചര്യങ്ങൾ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. അതിലെല്ലാ തരത്തിലുള്ള സന്തോഷവും ഞാൻ എല്ലാവരെയും അറിയിക്കുന്നു. സിതാര, ആഷ്നി, ആഷിത. നന്നായി. നിങ്ങൾ മാങ്ങോട് സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലേ? ഞാനും മാങ്ങോട് സ്കൂളിൽ പഠിച്ചതാണ്. ഇന്ന് സ്കൂൾ കാണുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര സംതൃപ്തിയാണ്. കാരണം അത്രയധികം പുരോഗമിച്ചിട്ടുണ്ട് സ്കൂൾ. അപ്പൊ ഇനി മുന്നോട്ടും അത് വളരെയധികം പുരോഗമിച്ചു പോട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഞാൻ ഇരിക്കുന്ന ഈ നിലയിലെത്താൻ എൻ്റെ ആരംഭം മാങ്ങോട് സ്കൂളാണ്. വെറും പുസ്തകത്തിലൊതുങ്ങുന്നതല്ല ഇവിടുത്തെ പഠനം. അത് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലൂടെ നേരിട്ടറിയുക കൂടി ചെയ്യുകയാണ് ഇവിടുത്തെ ഓരോ കുട്ടിയും. അതിനായി അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റും രക്ഷിതാക്കളും സദാ സന്നദ്ധരാണ്. വിവിധ കലാപരിപാടികളോടെ എല്ലാ വർഷവും വിദ്യാലയത്തിൻ്റെ വാർഷികം ആഘോഷിച്ചു പോരുന്നു. ഈ വർഷവും തങ്ങളുടെ വിദ്യാലയത്തിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന സന്തോഷത്തിലാണ് കുട്ടികളും അധ്യാപകരും. മാങ്ങോട് ALP സ്കൂളിന്റെ ചരിത്രം ഇവിടെ തീരുന്നില്ല. ജീവിതത്തിന്റെ നാനാ തുറകളിൽപ്പെട്ട അനേകായിരം പൂർവ്വ വിദ്യാർത്ഥികളിലൂടെ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിലേറെ ഇന്നും തലയെടുപ്പോടെ നിൽക്കുകയാണ് അവരുടെ വിദ്യാലയം, എന്നും അഭിമാനത്തോടെ.